പ്രഖ്യാപനം നടത്തിയാണ് രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കേരളത്തിൽ നിന്നും ആദ്യമായ ഒരു സ്പീക്കർ സ്ഥാനാർത്ഥി, ബി.ജെ.പി. സ്പീക്കർ സ്ഥാനാർത്ഥിയായി ഗോപകുമാർ മത്സരിക്കും. ബിഗ് ബി ആവാൻ സ്പീക്കർ ആകാൻ ഒരുങ്ങുന്നു എന്ന തരത്തിലുള്ള പ്രതികരണമാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും ഒരു ചരിത്രം തന്നെയാണ്. നമുക്ക് വീണയോട് ചോദിക്കാം. വീണ, വലിയൊരു പ്രഖ്യാപനം, അതായത് ഇത്തവണ മത്സര ചിത്രത്തിൽ ഒരാൾ കൂടി ഉണ്ട് എന്നുള്ള കാര്യം ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും ആദ്യമായ ഒരു സ്പീക്കർ സ്ഥാനാർത്ഥിയായി എത്തുന്നു. എന്തൊക്കെ പ്രതീക്ഷകളാണുള്ളത്? അശ്വതി, വലിയ പ്രതീക്ഷയാണ് കേരള ജനതയ്ക്കുള്ളത്. ആ കേരള ജനതയുടെ വികസനങ്ങൾക്ക് അവരുടെ 30 ലക്ഷം ജനങ്ങളുടെ പിന്തുണ, ആ പിന്തുണ വികസന സ്വപ്നങ്ങൾ അത് യാഥാർത്ഥ്യമാക്കുവാനുള്ള പ്രവർത്തനം തന്നെ നടത്തുമെന്നാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനും നിയമമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ നാളെ നടക്കുന്ന സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ അത് ചരിത്രപരമായി ബി.ജെ.പിയുടെ ഒരു സ്ഥാനാർത്ഥി കൂടി അതിലുണ്ടാകുമെന്നുകൂടി വ്യക്തമാണ്. വി.പി. ഗോപകുമാർ ആയിരിക്കും സ്പീക്കർ സ്ഥാനാർത്ഥി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുടെ കാര്യം കൂടി വ്യക്തമാക്കുകയുണ്ടായി. സന്തോഷകരമായ ദിവസമാണ്, ചരിത്രപരമായ ദിവസമാണ്. കേരള രാഷ്ട്രീയം മാറ്റാനാണ് ഞങ്ങൾ അസംബ്ലിയിൽ കയറുന്നത്. 30 ലക്ഷം മലയാളികളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനും നാടിനെ ഒരു നല്ല ദശയിൽ കൊണ്ടുപോകാൻ ഞങ്ങൾ അവിടെ പ്രവർത്തിക്കും. അതിനുവേണ്ടി ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യും. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ പ്രവർത്തിക്കാൻ പോകുന്നത്. അതിലൊരു സംശയം ഉണ്ടാകാൻ പാടില്ല. ഞങ്ങളൊരു ഉറപ്പ് തരാൻ ആഗ്രഹിക്കുന്നു. പിന്നെ അതിൻ്റെ അപ്പുറം ഇന്ന് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ട് ബി.ജെ.പി. എൻഡിഎൻ്റെ ഒരു സ്പീക്കർ സ്ഥാനാർത്ഥി ഈ മത്സരത്തിൽ ഉണ്ടാവും. ഗോകുമാർജി, നമ്മുടെ ചാത്തന്നൂർ MLA, നമ്മുടെ മുതിർന്ന നേതാവ്, അദ്ദേഹമായിരിക്കും ഞങ്ങളുടെ സ്പീക്കർ കാൻഡിഡേറ്റ്. അത് തീരുമാനിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. ബി.ബി. ഗോപകുമാർ സ്പീക്കർ സ്ഥാനാർത്ഥിയാകും. കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. താമര വിരിയാത്തിയെടുത്ത് താമര വിരിയിച്ച് കാണിച്ചു. ഇനി നിയമസഭയ്ക്കകത്തും മത്സരിക്കാൻ തങ്ങൾ തയ്യാറാണ്. ശക്തമായ പ്രതിപക്ഷമായി തങ്ങൾ ഉണ്ടാകും. തങ്ങളുടെ വാക്കുകൾ ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കും. ശബ്ദമില്ലാത്തവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇനി ബി.ജെ.പി. MLA-മാരുണ്ടെന്ന് ഉറക്കെ ആഹ്വാനം ചെയ്യുകയാണ്. നിയമസഭയ്ക്കുള്ളിൽ പ്രവേശിക്കും മുൻപ് 30ന്റെ പവറുള്ള ഈ 3 നേതാക്കൾ തങ്ങൾ പവർഫുൾ ആണ്. സത്യപ്രതിജ്ഞ അല്പസമയത്തിനകം തന്നെ നടക്കും. എന്തായാലും നിയമസഭയിൽ ഇത്തവണ വി.ഡി. സതീശൻ സർക്കാർ വിയർക്കുമെന്ന കാര്യത്തിൽ ചടങ്ങിന് വേണ്ടി ഈ 3 MLA-മാരെ രാജീവ് ചന്ദ്രശേഖർ, ഗോപകുമാർ, വി. മുരളീധരൻ, ഈ 3 MLA-മാരും നിയമസഭയിലേക്ക് പോവുകയാണ്. വലിയ ആഘോഷത്തോടെ തന്നെയാണ്, ആരവങ്ങളോടെ തന്നെയാണ് ബി.ജെ.പി. പ്രവർത്തകർ, ബി.ജെ.പി. നേതാക്കൾ ഇവരെ ആനയിക്കുന്നത്. മരാർജി ഭവനിൽ നിന്നുമാണ് അവരെത്തിയത്. പിന്നീട് വളയം രക്തസാക്ഷി മണ്ഡപത്തിൽ അല്പസമയത്തിന് മുമ്പാണ് പുഷ്പാർച്ചന നടത്തിയത്. ഇപ്പോൾ കാൽനടയായി നിയമസഭാ മന്ദിരത്തിലേക്ക് ആ 3 പേർ പോവുകയാണ്. ഒപ്പം അനുയായികളുണ്ട്, പ്രവർത്തകരുണ്ട്. വലിയ ആഘോഷം ബി.ജെ.പിയുടെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്ര മുഹൂർത്തം. 3 MLA-മാരാണ് ഇക്കുറി നിയമസഭയിലേക്ക് ബി.ജെ.പി. അയച്ചത്. 30ന്റെ പവറുള്ള 3 MLA-മാർ. അവരൊക്കെയും നിയമസഭയിൽ ജനങ്ങളുടെ ശബ്ദമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. വീണ തുടരുകയാണ്. വീണ, നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും 3 പേരും കാൽനടയായി നിയമസഭയിലേക്ക് പോവുകയാണ്. അത് ചരിത്ര മുഹൂർത്തത്തിന് വലിയ ആഘോഷങ്ങളോടെ തന്നെയാണ്, വലിയ ആരവങ്ങളോടെ തന്നെയാണ് ബി.ജെ.പി. പ്രവർത്തകർ ഒരുമയോടെ ഒന്നിച്ചു നീങ്ങുന്നതല്ലേ? തീർച്ചയായും കെപി ഒരുമയോടുകൂടി ഒന്നിച്ച് അവർ നിയമസഭയിലേക്ക് കാൽനട യാത്ര നടത്തുകയാണ്. കാൽനട യാത്രയായാണ് നിയമസഭയിലേക്ക് എത്തുന്നത് എന്നുള്ളത് ആവേശകരമായിട്ടുള്ള ഒരു നിയമസഭയിലേക്കുള്ള കാൽനട യാത്രയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിരവധി പ്രവർത്തകർ അവർക്കൊപ്പം 3 MLA-മാർക്കൊപ്പം അണിനിരക്കുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും വലിയ പ്രത്യേകത കൂടിയാണ്. തലസ്ഥാന നഗരം കേരളം ചരിത്ര നിമിഷങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. സുവർണ നിമിഷങ്ങൾക്കാണ് കേരളം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് എന്നുള്ളതാണ്. 30 ജനങ്ങളുടെ വികസന സ്വപ്നങ്ങളും അവരുടെ പ്രതീക്ഷകളും ഒക്കെയായി അത് നടപ്പാക്കുന്നതിനായിട്ടാണ് ഈ 3 MLA-മാരും നിയമസഭയിലേക്ക് എത്തുന്നതെന്നുള്ളതാണ്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം അവർ 3 പേരും ആത്മവിശ്വാസത്തോടുകൂടി പോകുമ്പോൾ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനും നിയമമണ്ഡലം MLA കൂടിയായ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞത് തന്നെയാണ് ജനക്ഷേമത്തിനുള്ള ജനകീയമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പ്രാധാന്യം നൽകുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്.
വികസനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള കാര്യങ്ങൾ തന്നെ നടപ്പാക്കും. ഒപ്പം തന്നെ ജനങ്ങൾ തങ്ങളിൽ അർപ്പിച്ച വിശ്വാസം അത് ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. ഇടതു വലതു മുന്നണികളുടെ ഒത്തുകളി, കപട വാഗ്ദാനങ്ങൾ, അതുപോലെ തന്നെ വഞ്ചനകൾ, അതിനെതിരെ ശക്തമായി പ്രതിപക്ഷം എന്ന നിലയിൽ പ്രതിരോധം നടത്തും. ജനങ്ങളുടെ ആവശ്യങ്ങൾ, വികസനങ്ങൾ നടപ്പാക്കുന്നതിന് കൃത്യമായി തന്നെ പ്രതികരിക്കും. പുതിയൊരു രാഷ്ട്രീയ സംസ്കാരം കേരളത്തിൽ ഇതിലൂടെ കേരളം കാണാൻ പോവുകയാണെന്നും കൂടി അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഒപ്പം തന്നെ മോദി രാഷ്ട്രീയം ഭാരതത്തിലുടനീളം കേന്ദ്ര സർക്കാർ BJPയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന വികസന പദ്ധതികൾ അതിനെയും കേരളത്തിൽ ലഭിക്കും. അതിനായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് കൂടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കുമ്പോൾ പലപ്പോഴും പരസ്പരം പഴിചാരി രക്ഷപ്പെടുന്ന ജനപ്രതിനിധികളെയാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ഏതാനും പതിറ്റാണ്ടുകളായി കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ പോലീസ് പ്രവർത്തകരെ മാത്രമാണ് കടന്നു പോകാനുള്ള അനുമതി ഉള്ളത്. പക്ഷെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഈ ചരിത്ര നിമിഷത്തിന്റെ ഭാഗമാകുമ്പോൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ചരിത്ര വിജയം സ്വന്തമാക്കിയ ഇവരെ നിയമസഭയിലേക്ക് ആനയിക്കുന്ന കാഴ്ച അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. പ്രവർത്തകരെ ഇവിടെ തടഞ്ഞു നിർത്തി ഒപ്പം തന്നെ വാദ്യമേളങ്ങളെ മാത്രം കടത്തിവിട്ട് മൂന്ന് എം എൽ എമാരെ മാത്രം നിയമസഭയുടെ മുന്നിലേക്ക് കടത്തിവിടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നഗരത്തിലുടനീളം നിരവധി BJP പ്രവർത്തകരാണ് ഈ ചരിത്ര നിമിഷത്തിന് ഭാഗമാകുവാനും ഒപ്പം തന്നെ തങ്ങളുടെ ജനപ്രതിനിധികൾക്ക് അഭിവാദ്യം അർപ്പിക്കുവാനും പൂർണ്ണ പിന്തുണയും ആശംസകളും അർപ്പിക്കുവാനുമായി എത്തിയിരിക്കുന്നതെന്നുള്ളതാണ്. പല ഭാഗങ്ങളിൽ നിയമസഭയുടെ പലയിടങ്ങളിലായി കാത്തു നിൽക്കുന്ന പ്രവർത്തകരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വർഷങ്ങളായി കാത്തിരുന്ന നൂറ്റാണ്ടുകളുടെ കഷ്ടപ്പാട്, ഒപ്പം തന്നെ ജനങ്ങൾ തങ്ങളിൽ അർപ്പിച്ച വിശ്വാസം അത് ഊട്ടിയുറപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പോകുന്ന MLA-മാർക്ക് വലിയ പിന്തുണയാണ് പൊതുസമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നത്. വികസന കാഴ്ചപ്പാടുകൾ നടപ്പാക്കുന്നതിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം നമ്മൾ കാണുന്നതാണ്. വികസിത അനന്തപുരി എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കിക്കൊണ്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നത്. ഇപ്പോൾ കൗൺസിലർമാരും ഈ 3 MLA-മാർക്കൊപ്പം അണിനിരക്കുന്നുണ്ട്. എല്ലാവരുടെയും മുഖത്ത് സന്തോഷമാണ് കാണാൻ കഴിയുന്നത്. തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അവർ സഭയിലേക്ക് എത്തുന്നതെന്നുള്ളതാണ്. കൂടി പോകാം. വിനീഷ്, സഭയിലേക്ക് കാൽനടയായാണ് BJP MLA-മാർ പോകുന്നത്. ഇപ്പം ആഘോഷമാക്കുന്നുണ്ട് പ്രവർത്തകർ. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള വനിതാ നേതാക്കളുണ്ട്, ഡെപ്യൂട്ടി മേയറുണ്ട്, മേയറുണ്ട്. അങ്ങനെ എല്ലാവരും നോക്കൂ, അവർക്ക് ലഭിക്കുന്ന ജനപിന്തുണ അല്ലെങ്കിൽ എത്രത്തോളം ഐക്യത്തോടു കൂടിയാണ് BJP പ്രവർത്തകർ അവരെ നിയമസഭയിലേക്ക് പറഞ്ഞു വിടുന്നത്. എന്നാലും ഇത്തവണ ഒരു BJP സ്പീക്കർ സ്ഥാനാർത്ഥി കൂടി മത്സര ചിത്രത്തിൽ ഉണ്ടാകുമെന്നത് അടക്കമുള്ള സൂചനകൾ പുറത്തു വരുമ്പോൾ ശക്തമായ ഒരു ഇപ്പോഴാണ് കേരളമാകാൻ പോകുന്നത് എന്ന് തോന്നുന്നു. എന്തായാലും ഈ എന്തൊക്കെ പ്രതീക്ഷകളാണുള്ളത്, ഒപ്പം പ്രവർത്തകർ എന്തൊക്കെ കാര്യങ്ങളാണ് സംവദിക്കുന്നത്, ഇവർ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു ഈ 3 MLA-മാരും? തീർച്ചയായിട്ടും ചരിത്രപരമായ നിമിഷം എന്ന് തന്നെയാണ് ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്. കാരണം രക്തസാക്ഷി മണ്ഡപത്തിൽ BJP പ്രവർത്തകരും MLA-യും പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ, ഗോപകുമാർ ഉൾപ്പെടെയുള്ള V. മുരളീധരൻ അടക്കമുള്ളവർ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ച നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ സഭയിലേക്ക് എത്തുന്നത്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രപരമായ നിമിഷം എന്നതാണ്